ഹായ്, വെൽക്കം ബാക്ക് ടു ഷീക്കൻസ് ലീക്സ്. ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു വൈകുന്നേരം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഹായ് പറഞ്ഞില്ല. ഷിമോൾ ഹായ് പറഞ്ഞേ. മനു ഹായ് പറഞ്ഞ. ഇനി ഷുണ്ടു പറയാണ്ട്. ഷുണ്ടു സേ ഹായ്. ഷുണ്ടു ഹായ്. ഷിമോളെ ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഇതെന്റെ ഈവനിങ് ക്ലാസ് ആണ് കേട്ടോ. എനിക്ക് വൈകുന്നേരം 2 ക്ലാസ് ആണുള്ളത്. അപ്പൊ ഞാൻ ഈവനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ക്ലാസ്സിൽ പറയുക ചെയ്യുക എന്നുള്ളതൊക്കെ ചെറുതായി ഞാൻ കാണിച്ചു തരാം. ഡീപ്പായി ശ്വാസം എടുക്കാം. Inhale, 2 കൈകളും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്താം. Exhale down. Inhale up. Exhale down. Repeat. Inhale. Body lift ചെയ്യാം. മുകളിലേക്ക് നോക്കാം. തുടങ്ങാം. 1 2 3. മുകളിലേക്ക് ഉയർത്താം. Exhale down. Repeat. Inhale up. Exhale down. നടുവിലായിട്ട് press ചെയ്യാം. കഴുത്ത് മുകളിലേക്ക് നോക്കാം. Exhale. നടുവിന്റെ ഷേപ്പിൽ വെച്ച് താഴെ ചെസ്റ്റോട് ടച്ച് ചെയ്ത് റീജിയനിലേക്ക് നോക്കാം. Repeat. Inhale അടുപ്പിച്ച് വെച്ച് വയറും ചെസ്റ്റും തൊടയിലേക്ക് അങ്ങ് അമർത്തി കൈകൾ ഫ്രണ്ടിലേക്ക് നീട്ടി നെറ്റി മാറ്റിൽ പ്രസ് ചെയ്ത് കണ്ണുകൾ അടച്ച് റിലാക്സ് ചെയ്യാം. മുദ്ര പിടിക്കാം. വലത് കൈയിൽ നാസിക മുദ്ര പിടിക്കാം. 2 കൈകളും അടിയിലേക്ക് വെച്ച് നിവർന്നിരിക്കാം. പതുക്കെ കണ്ണുകൾ അടയ്ക്കാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. പ്രാണായാമ സ്റ്റാർട്ട് ചെയ്യാം. വലത് കൈ നാസിക മുദ്ര പിടിച്ച് കൈ മൂക്കിന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. റൈറ്റ് നോസ്ട്രിൽ ബ്ലോക്ക് ചെയ്ത് ലെഫ്റ്റിലൂടെ ഇൻഹേൽ. പതുക്കെ ഇൻഹേൽ ചെയ്യാം. 5 to 6 counts മാക്സിമം ഇൻഹലേഷൻ നടത്താം. കംപ്ലീറ്റ് ഇൻഹലേഷന് ശേഷം ലെഫ്റ്റ് നോസ്ട്രിൽ ബ്ലോക്ക് ചെയ്ത് റൈറ്റിലൂടെ എക്സേൽ. ഇൻഹലേഷൻ സെയിം റേഷ്യോയിൽ തന്നെ എക്സേൽ ചെയ്യാം. കംപ്ലീറ്റ് എക്സലേഷന് ശേഷം വീണ്ടും റൈറ്റിലൂടെ ഇൻഹേൽ. ലെഫ്റ്റിലൂടെ എക്സ്ഹേൽ. ഇതാണ് 1 റൗണ്ട് ഓഫ് അനുലോം വിലോം പ്രാണായാമ. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് സാവധാനം പ്രാണായാമ കണ്ടിന്യൂ ചെയ്യാം. ഒരു റിതമിക് മാനറിൽ സ്റ്റോപ്പ് ചെയ്യാം. 2 കുട്ടികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ കുട്ടി സ്റ്റുഡൻ്റ് ആണ്. ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ച് നോക്കാം കുട്ടി എന്താ ചെയ്യുന്നതെന്ന്. കുട്ടി അമ്മു, എന്താണ് താങ്കൾ ചെയ്യുന്നത്? റെക്കോർഡ് എഴുതുക. ഓക്കെ, റെക്കോർഡ് എഴുതാണ്. ഇനി ഈ കുട്ടി എന്താ ചെയ്ത് നോക്കാം. കുട്ടി ഇത് കുട്ടി എന്തോ എഴുതുന്ന. എന്താ ഈ കുട്ടിയോട് ചോദിക്കുക. കുട്ടി എന്താണ് എഴുതുന്നത്? കുട്ടി മെഷർമെന്റ്സ് സോർട്ട് ഔട്ട് ചെയ്യും. ഈ കുട്ടി സ്റ്റുഡൻ്റ് അല്ല, ഈ കുട്ടിയുടെ എഞ്ചിനീയർ ആണ്. അപ്പം മെഷർമെന്റ്സ് സോർട്ട് ഔട്ട് ചെയ്യാന്നൊക്കെയാണ് പറയുന്നത്. എനിക്കൊന്നും അറിയില്ല. എന്തായാലും 2 പേരും ഒന്ന് തിരിഞ്ഞിട്ടൊന്ന് ഹായ് പറഞ്ഞേക്കൂ. ഹായ്. എന്താ അമ്മു ഇപ്പോഴും കഴിഞ്ഞില്ലേ? കുറേ ഉണ്ടോ? 4 കൂടി ഉണ്ടെന്നാ പറയണേ. കുട്ടി റെക്കോർഡ് എഴുതുക. ഇതാണ് ഈ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ ഈ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ്? ഈ കുട്ടി 10ാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിയാട്ടോ. കണ്ടോ? സ്റ്റിക്കി നോട്ട്സൊക്കെ വെച്ച് ടൈം ടേബിൾ രീതിക്കൊക്കെ പഠിക്കുക. ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തോണ്ട് സ്റ്റിക്കി നോട്ട്സൊക്കെ ഉണ്ട് എന്തായാലും. അമ്മു നല്ലോണം പഠിക്കുമോ? എന്താണ് അമ്മൂനെ കുറിച്ചുള്ളൊരു ഒപ്പീനിയൻ? ജീവിക്കാനുള്ളത് പഠിക്കണ്ട. അതെന്താണ്? അതൊന്നും മനസ്സിലായില്ല. ഓക്കെ. സബ്ജക്ട്സിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് ഏതാ? കുറച്ച് ഉറക്കെ പറ. അങ്ങനെ ചോദിച്ചാൽ ഉത്തരമില്ല. ഓക്കെ,
എന്തായാലും കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഏകദേശം ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എമർജൻസി ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. എന്താണ് പെട്ടെന്ന് വന്നത്? എമർജൻസി ട്രെയിനിങ്. ട്രെയിനിങ്. 3 ദിവസത്തെ ട്രെയിനിങ്. 3 ദിവസത്തെ ട്രെയിനിങ്. അതിനുവേണ്ടി ആൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല അധികം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ട്രെൻഡ്സിൽ ഷോപ്പിങ്ങിന് വന്നതാണ്. ഇത് കോട്ടയ്ക്കുള്ള ട്രെൻഡ്സ് ആണ് കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻസ് ഉണ്ട്, സെലക്ഷനൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല പാറ്റേൺസ് ഒക്കെ ഉണ്ട്. പുതിയ നല്ല ഫ്ലോറൽ പാറ്റേൺസ് ഒരുപാട് കണ്ടു, അതൊക്കെ നന്നായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് ഫ്ലോറലൊക്കെ കണ്ടു, അതൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, എന്നാലും ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എനിക്കിതുപോലത്തെ യെല്ലോ ഷെയ്ഡ്സിനോട് ഭയങ്കര താല്പര്യം കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് കൂടുതലും എൻ്റെ ഔട്ട്ഫിറ്റ്സ് ആയാലും നോക്കിക്കഴിഞ്ഞാൽ യെല്ലോ ഷെയ്ഡ്സാണ് ഉണ്ടാവുക. നമ്മൾ ട്രെൻഡ്സിൽ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തായ്ഫിൽ വന്നു കേട്ടോ. തായ്ഫ് വുമൻസ് മാളിൽ വന്നു. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തില്ല, ബഹളം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ചെറിയ ബിറ്റ്സൊക്കെ എടുത്തേയുള്ളൂ. ഓക്കെ, മാഗി ഉണ്ടാക്കാൻ പോവാണ്. എന്താ മാഗി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അമ്മു സ്റ്റവ് കത്തിച്ചു, പാത്രം വെച്ചു. ഇനി എന്താണ് അമ്മു? എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്താണ് ചെയ്യുന്നതെന്ന്? ഓക്കെ, എന്നിട്ട് ആഡ് ചെയ്യുന്ന എന്തൊക്കെയാന്ന് പറഞ്ഞോ? എന്തൊക്കെയാ ആഡ് ചെയ്യുന്ന പറഞ്ഞോ? ക്യാരറ്റ്, വെളുത്തുള്ളി, ഓക്കെ, മല്ലിച്ചപ്പ്, പിന്നെ കുരുമുളക്. അതാണ് എക്സ്ട്രാ ആയുള്ളൂ. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ട്. ഇനി അമ്മു എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചോ? ഓക്കെ, എണ്ണ ഒഴിച്ചു. എത്ര എണ്ണ അളവൊക്കെ ഉണ്ടോ? അളവൊന്നുമില്ല. എത്രയാണോ അതിനനുസരിച്ച് എത്രയാണോ അതിനെടുക്കുക. അപ്പൊ അതല്ല, ഈ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും അളവ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഇഷ്ടമുള്ള. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞു. അപ്പൊ എണ്ണയിലേക്ക് ആദ്യം എന്താ ഇട്ടിട്ടുള്ളത്? വെളുത്തുള്ളിയാണ് അമ്മ ആദ്യം ഇട്ടിട്ടുള്ളത്. ക്യാരറ്റ് വേണ്ടേ? ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ഇത് സോസിയാണല്ലേ? ഇതൊന്ന് ചെറുതായി കുക്കായപ്പോൾ അമ്മ ഇനി വെള്ളം ഒഴിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞ പേടിയാ. എപ്പോഴാണ് വെള്ളം ഒഴിക്കണ്ടേ? ഒന്ന് ചെറുതായി കുക്കായി വരണം. ക്യാരറ്റും അതുപോലെ എന്താണ് വെളുത്തുള്ളി ചെറുതായി കുക്കായി വരുമ്പോൾ സിമ്മാക്കണം അല്ലേ? സിമ്മാക്കിയിട്ട് വെള്ളം ഒഴിക്കണം. എന്നിട്ട് അടുത്ത എന്താ? മസാല. അടുത്തത് അമ്മ ഇടുന്നത് മസാലയാണ്. മാഗി മസാലയല്ലേ? അടുത്തത് അമ്മ മാഗി മസാലയാണ് ഇടുന്നത്. മാഗി മസാല ഇട്ടിട്ടുണ്ട് ഒരു പാക്കറ്റ്. ഇപ്പോൾ നമ്മൾ 2 എന്താ സ്ലൈസ് മാഗിയാണല്ലേ ഉണ്ടാക്കുന്നത്. 2 ഇതുപോലത്തെ 2 സ്ലൈസ് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 പാക്കറ്റ് മസാലയുണ്ട്. അപ്പോൾ 2 പാക്കറ്റ് മസാല അതിലിട്ടു. സിമ്പിളല്ലേ നമ്മൾ ആക്കിയിട്ടു. ഇനി പിന്നെ ഒന്ന് കൂട്ടി വെച്ചു. ഇനി നല്ല ഇട്ട് കൊടുക്കാം. ഇനി 2 സ്ലൈസ് മാഗി നമ്മൾ അതിലിട്ടു. അപ്പൊ വെള്ളമൊക്കെ എത്ര മതിയാവോ? ഒഴിച്ചു കൊടുക്കണം. മെല്ലെ മെല്ലെ ഒഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുക്കാന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇത് കുക്കാവണം അല്ലേ? ഇനി ഇതിലേക്ക് എന്താ പോണേ? കുരുമുളക് പൊടിയാണ് ഇടുന്നത്. അത് എത്ര അളവുണ്ടോ? അത് എരിവ് അനുസരിച്ച്. നമുക്ക് വേണ്ട എരിവിനനുസരിച്ചാണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അമ്മ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അല്ലേ? ഇത് കുക്കാവട്ടെ അല്ലേ? ഇത് കുക്കാവട്ടെ. ഇടയ്ക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും ഇളക്കി കൊടുക്കും.
ആക്കി കൊടുക്കും. എൻ്റെ അടുത്ത് ഇളക്കാൻ പറഞ്ഞു. നമുക്ക് കുറച്ച് ഇളക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അമ്മു 2 ഫോക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഷെഫ് ആറുവ കേവി. ഷെഫ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇതെപ്പോഴാവുന്ന സമയം ആവുന്നാണ് പറയുന്നത്. ഫൈനൽ സ്റ്റേജാ? ഫൈനൽ സ്റ്റേജ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കിത് ഫൈനൽ സ്റ്റേജ് ആണ്. അത് ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ 2 ഫോക്ക് വെച്ചിട്ടൊക്കെ ഷെഫ് പോലെയൊക്കെ ചെയ്യുന്നത്. ഇനി എന്താ പാത്രത്തേക്ക് വെക്കാം. ഇനി ഓക്കെ അമ്മ പാത്രത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ടോളൂ. പാത്രത്തിലേക്ക് ഇട്ടോ. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ ഇവിടെ ഇനി ഗാർണിഷിംഗ് ആണ്. ഫൈനൽ ഗാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. അല്ല അമ്മോ, അമ്മൂന് എന്ത് തോന്നുന്നു? ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് തോന്നുന്നത്? ഇതാണ് അമ്മു ഉണ്ടാക്കിയിട്ടുള്ള മാഗി. ഇതാണ് ഫൈനൽ ലുക്ക്. ഓക്കേ, അപ്പോൾ എന്താണ് ഒരു ഓക്കെ ഫോക്കെല്ലാം വെച്ചു. എന്താണ് അമ്മു ഒന്ന് പറയൂ. ഇത് ഞാൻ ഇന്നുണ്ടാക്കാൻ മാതിരിയുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് അമ്മു പറയുന്നത്. അമ്മൂനൊരു കോൺഫിഡൻസ് കുറവെല്ലാം ഉണ്ട്. എന്ത് പറ്റി അമ്മു? ഓക്കെ, എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഷുണ്ടു ടേസ്റ്റ് ചെയ്യൂ. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് തിരിഞ്ഞേ. കുഴപ്പമില്ല, കുറച്ചേരുണ്ട് എന്നാണ് അമ്മു പറഞ്ഞത്. ഓക്കെ ഓക്കെ, ചെറിയ ആളുടെ അഭിപ്രായം നമുക്ക് ചോദിക്കാം. ശിവോ, ശിമോ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ. അപ്പം ഇതാണ് 2 ദിവസത്തെ ഈവനിങ്. ഈ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനോട് കൂടെ ഈ ഒരു വ്ളോഗ് എൻഡ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And thank you for watching. See you on my next vlog. Bye.